ഹലോ ഗേസ്, അപ്പൊ നമുക്ക് ഇന്ന് 2-3 സ്ഥലത്ത് പോകാനുണ്ട്. ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ചേട്ടനാണെങ്കിൽ 2 ദിവസം കൊണ്ട് പനിയാണ്. അപ്പം ചേട്ടനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അപ്പം അത് ഞാൻ വഴിയെ കാണിക്കാം. അപ്പം ഞങ്ങൾ വണ്ടിയിലോട്ടൊക്കെ കയറി. അപ്പം അവള് ഫ്രണ്ടിൽ കയറിയപ്പോ ഞാൻ അവളെ ബാക്കിലോട്ട് ഇരുത്തി കേട്ടോ. അപ്പൊ തന്നെ അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അവളെ ബാക്കിൽ ഇരുത്തി എന്നോട് കയറിച്ചിരിക്കുവായിരുന്നേ. ആദ്യമേ ചേട്ടനെ ഒന്ന് ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ബാങ്കിലോട്ട് വന്നേ. ബാങ്കിൽ വന്നിട്ട് കുറെ നേരം ഇരിക്കേണ്ടി വന്നു. നല്ല തിരക്കായിരുന്നേ. അപ്പൊ അവൾ അടങ്ങിയിരിക്കുന്നതേ ഇല്ല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഭയങ്കര ഓട്ടമായിരുന്നു. പിന്നെ ചേട്ടൻ പിടിച്ച് മടി വെച്ചേക്കും. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ വന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ രാവിലെ വിളിച്ചപ്പോ ഇതുപോലൊക്കെ അമ്മ പറഞ്ഞായിരുന്നു, ഇതുപോലൊക്കെ അമ്മയ്ക്ക് വയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾ അമ്മയോട് ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ വന്നപ്പോഴത്തേന് അമ്മ പെട്ടെന്ന് ഞെട്ടിപ്പോയി കേട്ടോ. പറയാതെ വന്നെന്നൊക്കെ പറഞ്ഞിട്ട്. വന്നു കയറിയതും അവര് ഭയങ്കര വാരിനടത്തലായിരുന്നു. കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് അമ്മയെല്ലാം ഒതുക്കി പറക്കി വെച്ചേക്കുമായിരുന്നു. അവര് വന്നിട്ട് മൊത്തം വാരി നിരത്തി അമ്മയ്ക്ക് ഇരട്ടി പണിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ടൊക്കെ കാടൊക്കെ കയറിയിട്ടുണ്ട്. ഇതൊക്കെ അമ്മയുടെ ചെടികളാണ്. അമ്മയ്ക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടം. എവിടെ കണ്ടാലും അമ്മ വാങ്ങുവേ. ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ചെടികളും ഉണ്ട്. അപ്പം ചെടിച്ചട്ടികളും സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ചെടിച്ചട്ടികൾ ഈ തുണി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേനും അമ്മ അവിടുന്ന് 2-3 ചെടിയൊക്കെ കൈക്കലാക്കിയിട്ടുണ്ട്. പിന്നെ അവളെ അവിടെ നിർത്തണമെന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഞങ്ങൾ പിന്നെ നിർത്തിയില്ല. അവൾക്ക് അമ്മയുടെ നിൽക്കാനൊക്കെ ഇഷ്ടമാണ്. എന്നാലും ഞങ്ങൾ പിന്നെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഞങ്ങൾ നിർത്തിയില്ല. പിന്നെ അമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. വേറെ എങ്ങും കയറാനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് നല്ല തലവേദനയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കിടപ്പായി.